കോഴക്കേസിൽ ജയിലിൽ തുടരുന്ന തമിഴ്നാട് മന്ത്രി വി സെന്തിൽ ബാലാജിയുടെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടി. ഈ മാസം 11 വരെയാണ് കസ്റ്റഡി കാലാവധി നീട്ടിയത്. വിനയ് ഉണ്ണി വിവരങ്ങളുമായുണ്ട്. വിനയ്, ഈ കസ്റ്റഡി കാലാവധി നിലവിൽ നീട്ടാനുള്ള സാഹചര്യം എന്താണ്? നിലവിൽ കുറ്റപത്രം സമർപ്പിച്ച് അതിന്റെ വിചാരണ തുടങ്ങാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി സെന്തിൽ ബാലാജി വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുന്നതിനെ ചെന്നൈ പ്രത്യേക കോടതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് 14ാം തവണയാണ് സെന്തിൽ ബാലാജിയുടെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി നീട്ടിയിരിക്കുന്നത്. ഈ മാസം 11 വരെയാണ് ഈ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി നീട്ടിയിരിക്കുന്നത്. പുഴൽ ജയിലിൽ നിലവിൽ കഴിയുന്ന സെന്തിൽ ബാലാജിയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഈ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ സെന്തിൽ ബാലാജി പ്രതിയായ ഈ ജോലിക്ക് കൈക്കൂലി കേസിൽ അനുബന്ധ കുറ്റപത്രവും ഇപ്പോൾ സെൻട്രൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട്. 900 കൂട്ടുപ്രതികൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ആ സെൻട്രൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ കോടതി ഇത് സംബന്ധിച്ച് കുറ്റപത്രം സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടെങ്കിലും പിന്നീട് ഇത് സമർപ്പിക്കുന്നത് നീണ്ടുപോകുകയായിരുന്നു. ഇന്നലെ ഈ കേസ് കോടതി പരിഗണിച്ചപ്പോൾ അനുബന്ധ കുറ്റപത്രത്തിൽ തുടരന്വേഷണം നടത്താനുള്ള അനുമതിയും സർക്കാർ നൽകിയിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട്. അതായത് ഒരേ കേസിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റും സെൻട്രൽ ക്രൈംബ്രാഞ്ചും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിലാണ് ഇപ്പോൾ സെന്തിൽ ബാലാജിയുടെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി ഈ മാസം 11 വരെ നീട്ടിയിരിക്കുന്നു.